ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിഷേധമുയർത്തി കണ്ണൂരിലെ ഐക്യദാർഢ്യ സമ്മേളനം. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ബംഗ്ലാദേശ് വിഷയം ചർച്ചയാകുന്നുവെന്നും എന്നാൽ ഇവിടെ കള്ള റിപ്പോർട്ടുകൾ ഉയർത്തി ബംഗ്ലാദേശിൽ നടക്കുന്ന കൊടിയ ന്യൂനപക്ഷ വേട്ട മറച്ചുപിടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ പ്രതിഷേധമുയർത്തി ആയിരങ്ങളാണ് കണ്ണൂരിലെ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത്. ബംഗ്ലാദേശിലെ ഹൈന്ദവർ അവിടെ അനുഭവിക്കുന്ന വേട്ടയാടൽ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും ഓർമ്മപ്പെടുത്തി. ഒന്നായി നിന്നാൽ മാത്രമേ നാം കരുത്തരാകൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടിയിൽ മുഖ്യപ്രഭാഷണം ചെയ്ത പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാറിന്റെ വാക്കുകൾ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട മറച്ചുപിടിക്കാൻ പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉയർത്തി. ബംഗ്ലാദേശിൽ നടക്കുന്നതായി കൊടിയ ന്യൂനപക്ഷ വേട്ട ചർച്ച ചെയ്യപ്പെടരുത് എന്ന് തന്നെയായിരുന്നു. അതിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രതിപക്ഷം. ഞാൻ ഇത്തരമൊരു യോഗത്തിൽ രാഷ്ട്രീയം പറയണം എന്ന് വിചാരിച്ചു വന്ന ആളല്ല. പക്ഷേ വസ്തുത പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ ഭാരതത്തിന് പുറത്തുള്ള ഏതോ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ അവിടെയുള്ള ആളുകളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ വിവരം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. RSS ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ ബൽറാം ചടങ്ങിലെ മുഖ്യ സാന്നിധ്യമായി. അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഐക്യദാർഢ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനം, കണ്ണൂർ.